നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ പ്രഭ, സിദ്ധ നാച്ചുറോപ്പതി ഫിസിഷ്യൻ, സ്വസ്തി സിദ്ധ നാച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക്, കാരേറ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചാണ്. ബ്ലഡിൽ ബിലിറുബിൻ അധികമാകുന്നൊരു കണ്ടീഷനാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ്. ഇതൊരു രോഗലക്ഷണം മാത്രമാണ്. മഞ്ഞപ്പിത്തമുള്ളപ്പോൾ നമ്മുടെ സ്കിന്നും കണ്ണും ഒക്കെ ഒരു മഞ്ഞ കളറാവുന്നതാണ് രോഗലക്ഷണം. ബിലിറുബിൻ എന്ന് പറയുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കൾ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു യെല്ലോ പിഗ്മെൻ്റ് ആണ്. സാധാരണ ഇത് ബൈലിൽ കൂടി എക്സ്ക്രീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ബിലിറുബിൻ ബൈലിനോടൊപ്പം ലിവറിൽ നിന്നും പിത്താശയത്തിലേക്ക് എത്തുകയും അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫാറ്റി ഫുഡൊക്കെ കഴിക്കുമ്പോൾ പിത്താശയത്തിൽ നിന്നും ബയൽ ടെക്ട് വഴി ഇൻഡസ്ട്രിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി ലിവർ സംബന്ധിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ പ്രധാനം ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി ഇതൊക്കെയാണ്. ഇതിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഇതൊരു അക്യൂട്ട് കണ്ടീഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും. പക്ഷേ ബിയും സിയും വളരെ ക്രോണിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അമിതമായിട്ടുള്ള മദ്യപാനം ലിവർ ഡാമേജിനൊരു കാരണമാകാറുണ്ട്. അതുമാത്രമല്ല ഓവറായിട്ടുള്ള മരുന്നിൻ്റെ യൂസ്. ഇപ്പോഴത്തെ ഒരു പ്രവണത, പ്രത്യേകിച്ചും പ്രായമായവരിൽ എല്ലാ അസുഖത്തിനും ഇങ്ങനെ അമിതമായിട്ട് മരുന്ന് കഴിക്കുന്നൊരു പ്രവണതയുണ്ട്. ഓവറായിട്ട് മെഡിസിൻ കഴിക്കുന്നത് ലിവറിന് ഒരു ഓവർ ലോഡ് വരികയും ലിവർ ഡാമേജിന് കാരണമാവുകയും ചെയ്യും. അതും ലേറ്റർ സ്റ്റേജിൽ ഒരു മഞ്ഞപ്പിത്തത്തിന് കാരണമാകാറുണ്ട്. പിന്നെയുള്ളത് ന്യൂ ബോൺ ജോണ്ടിസ്. ജനിച്ച കുട്ടികളിൽ കാണുന്നൊരു മഞ്ഞനോവാണ് ന്യൂ ബോൺ ജോണ്ടിസ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. മരുന്നിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഫോട്ടോതെറാപ്പിയാണ് ഇതിന് ചെയ്യുന്നത്. നാച്ചുറലായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഈ ന്യൂ ബോൺ ജോണ്ടിസിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നന്റ് ലേഡീസ് വെയിൽ കൊള്ളാൻ പറയുന്നതും ഡെലിവറി കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കാൻ പറയുന്നതും ഒക്കെ ഈ ഒരു മഞ്ഞപ്പിത്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുകൂടാതെ പിത്താശയത്തിലുള്ള കല്ല്, പിത്താശയത്തിലുള്ള ബ്ലോക്ക്, ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തും ഒക്കെ മഞ്ഞപ്പിത്തത്തിന് കാരണമാകാറുണ്ട്. ചില ആൾക്കാരിൽ എപ്പോഴും ബിലിറുബിൻ്റെ അളവ് അത് കുറച്ച് അധികമായിട്ട് കാണാറുണ്ട്. എന്നാൽ ഒരു 5ന് മുകളിൽ പോകാറുണ്ട്. അതിന് താഴെയായിട്ട് എത്ര മരുന്ന് കഴിച്ചാലും എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഒക്കെ ഈ ഒരു വാല്യൂ കാണിക്കാറുണ്ട്. ഇതിനെ ഗിൽബർട്ട് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അവരുടെ ഒരു ജനിതക ഘടന അങ്ങനെ തന്നെയാണ്. അവർക്ക് എപ്പോഴും ഈ ഒരു വാല്യൂ തന്നെ കാണിക്കാറുണ്ട് ബ്ലഡിൽ. ഇത് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വിദേശ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവ് ഇങ്ങനെ വേരിയേഷൻ കാണിക്കുമ്പോൾ അവർക്ക് യാത്രയ്ക്ക് ഒരു തടസ്സം വരാറുണ്ട്. അല്ലാതെ ഈ ഒരു ഗിൽബർട്ട് സിൻഡ്രോം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവാറില്ല. ബിലിറുബിൻ്റെ അളവ് 2.3ക്ക് മുകളിൽ പോയാൽ നിർബന്ധമായും സ്കാൻ ചെയ്തിരിക്കണം. കറക്റ്റായിട്ട് ലിവറിന് എന്താണ് തകരാറെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്കാനിങ് അത്യാവശ്യമാണ്. മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷണം സ്കിന്നിലും കണ്ണിലുമുള്ള യെല്ലോയിഷ് ഡിസ്കളറേഷൻ തന്നെയാണ്. അതുകൂടാതെ യൂറിനിൽ കടുത്ത യെല്ലോ കളർ ഫീൽ ചെയ്യുക, പിന്നെ ഓർക്കാനം, തലവേദന, ക്ഷീണം, തളർച്ച ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട്. ലിവറിൻ്റെ ഭാഗത്ത് ചെറിയ വേദന, ഭക്ഷണത്തോടൊക്കെ ഒരു വെറുപ്പ്, ഇതുമൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മഞ്ഞപ്പിത്തം വരാതിരിക്കാനായിട്ടുള്ളൊരു പ്രിവെൻറ്റീവ് മെത്തേഡ് നമ്മുടെ ആഹാരവും വെള്ളവും വൃത്തിയുള്ള സാഹചര്യത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇതുമൂലം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വരാതെ ശ്രദ്ധിക്കാൻ സാധിക്കും. അതുപോലെ മദ്യപാനം ഒഴിവാക്കുക. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് വീക്കായാൽ, ലിവർ കണ്ടീഷൻ മോശമായാൽ അത് നമ്മുടെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കും. മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും. നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ, മാനസികാവസ്ഥയെ തന്നെയും ലിവർ ഹെൽത്ത് ബാധിക്കാറുണ്ട്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല തെറ്റുകളും ലിവറിനെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അതിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ കണ്ടുവരുന്നൊരു പ്രധാന തെറ്റാണ് നൈറ്റ് വളരെ ലേറ്റായിട്ട് ഉറങ്ങുക, നൈറ്റ് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക. ഇതൊക്കെ ലിവറിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കൃത്യമായി രാത്രി 1 മണി മുതൽ 3 മണി വരെ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടേണ്ടത് ലിവറിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് തന്നെ കഴിക്കണം. രാത്രി ഒരു 8 മണിക്ക് മുന്നേ ഡിന്നറിൻ്റെ ടൈം ഫിക്സ് ചെയ്യണം. അതിനുശേഷം അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം കുക്കുംബറോ പേരയ്ക്കോ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഒരു ഹെവി ഫുഡ്, ഡൈജഷന് ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ രാത്രിയിൽ ഒഴിവാക്കുക. നല്ലപോലെ ഉറങ്ങുക, ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ്. നമ്മൾ ഡെയിലി എടുക്കുന്ന ഫുഡ്, നോർമലി നമ്മുടെ ഒരു കേരളീയ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ. അരി അല്ലെങ്കിൽ ഗോതമ്പാണ് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഈ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഫാറ്റായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 95% ആൾക്കാർക്കും ഫാറ്റി ലിവറും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. മൈൽഡ് ഫാറ്റി ലിവറെങ്കിലും ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്നും നമുക്ക് വേണ്ടത്ര എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടുമാണ് ഉണ്ടാവുന്നത്. കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും കാർബോഹൈഡ്രേറ്റ് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ
ലിവറിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ചിലവൊന്നുമില്ല. നമ്മുടെ ഒരു ജീവിതത്തിൽ ചിട്ട വരുത്തിയാൽ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക, കറക്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നോൺ വെജ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാതെ ഒരുപാട് പച്ചക്കറികളും സാലഡ്സും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉള്ളവർക്ക് കൊറോണ പോലെ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ബാധിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും.